ഹൃദയപൂർവം എന്ന സിനിമയുടെ കഥ പറയുന്ന രണ്ടാം ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. കഥ തുടരുകയാണ്. അടുത്ത ദിവസം ഹരിതയ്ക്കൊപ്പം സന്ദീപ് വീണ്ടും ചെക്കപ്പിന് പോയി. പക്ഷെ സന്ദീപിന്റെ ഇഷ്യൂസ് മാറിയിട്ടുണ്ടായിരുന്നില്ല. 2 ആഴ്ച കൂടി സന്ദീപിന് വീണ്ടും റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ സന്ദീപ് കാണുന്നത് സന്ദീപിന്റെ അളിയൻ ഓമനക്കുട്ടൻ അവിടെ വന്നിരിക്കുന്നതായിരുന്നു. സന്ദീപിന്റെ അവസ്ഥയെല്ലാം അറിഞ്ഞ് ടെൻഷൻ അടിച്ചായിരുന്നു അയാളുടെ വരവ്. അഭിനയമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പരമാവധി ഓമനക്കുട്ടനെ തിരിച്ചവിടെ നിന്ന് പറഞ്ഞുവിടാൻ സന്ദീപ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോഴേ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ഓമനക്കുട്ടൻ വേണ്ട കാര്യങ്ങൾ നോക്കി. എന്തായാലും അന്ന് അവിടെ തങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം ഇവർ ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് സന്ദീപ് മട്ടൻ കൂട്ടുന്നുണ്ട്. പൊതുവെ മട്ടൻ ഇഷ്ടമില്ലാതിരുന്ന മട്ടൻ കഴിക്കാതിരുന്ന സന്ദീപ് പുതിയതായി അവിടെ നിന്ന് മട്ടനൊക്കെ കഴിക്കുന്ന കണ്ട് ഓമനക്കുട്ടൻ ചോദിച്ചു, സാധാരണ മട്ടന്റെ സ്മെല്ലടിക്കുന്ന പോലെ നിനക്ക് ഇഷ്ടമല്ലല്ലോ, ഇപ്പോ എന്തു പറ്റി? എന്നാ തനിക്കിതിപ്പോ ഇഷ്ടമാണ് എന്നായിരുന്നു സന്ദീപിന്റെ മറുപടി. ഇത് കേട്ട് ഹരിത പറഞ്ഞു, അച്ഛന് മട്ടൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാനൊരിടത്ത് വായിച്ചിട്ടുണ്ട്, ഹൃദയം മാറ്റിവെക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ചില ഇഷ്ടങ്ങളും മറ്റൊരാളിലേക്ക് പകർന്നു കിട്ടുമെന്ന്. അത് കേട്ടതോടെ ഓമനക്കുട്ടൻ കുറച്ച് ടെൻഷനിലായി. ആഹാരത്തിനുള്ള ഇഷ്ടം പോലെ മനുഷ്യന്മാരോടുള്ള ഇഷ്ടവും ഈ ഹൃദയത്തിലൂടെ കിട്ടോ എന്നായിരുന്നു അയാളുടെ ഡൗട്ട്. അതിനും സാധ്യതയുണ്ട് എന്ന് ഹരിത പറഞ്ഞു. ജെറിയോട് അയാൾ ചോദിച്ചു, ഈ 2 സ്ത്രീകളും സന്ദീപിനോട് എങ്ങനെയാ? രണ്ടുപേരും സന്ദീപിനോട് ഭയങ്കര അറ്റാച്ചഡാ. ജെറി മറുപടി പറഞ്ഞു. അന്ന് രാത്രി സന്ദീപിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഓമനക്കുട്ടൻ പറഞ്ഞു, ആ ഹൈവേക്കാര് നിന്റെ സ്ഥലം വീണ്ടും എഴുതി തരണമെന്ന് പറഞ്ഞിരിക്കുവാണല്ലോ. അതിന്റെ പേപ്പറിൽ നിന്റെ ഒരു സൈൻ വേണം. നീ എന്തായാലും യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് അതിന്റെ ഒരു പവർ ഓഫ് അറ്റോണി നിന്റെ പെങ്ങള് ഗീതയുടെ പേരിൽ എഴുതി തന്നു കഴിഞ്ഞാ ബാക്കി ഞാൻ നോക്കിക്കോളാം. സത്യത്തില് അത് ചുളുവിലങ്ങ് അടിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു ഓമനക്കുട്ടന്റേത്. പക്ഷെ സന്ദീപിന് ഇതൊക്കെ നല്ലപോലെ അറിയാലോ. അതുകൊണ്ട് സന്ദീപ് പറഞ്ഞു, അതിന് ഞാൻ ഓൾറെഡി ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ആ പേപ്പറൊക്കെ സൈൻ ചെയ്ത് വക്കീലിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതോടെ തന്റെ ലക്ഷ്യങ്ങളൊക്കെ പാഴായി എന്ന് ഓമനക്കുട്ടന് നന്നായി മനസ്സിലായി. പിറ്റേന്ന് രാവിലെ അയാൾ തന്റെ വൈഫ് ഗീതയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ സന്ദീപിനോട് 2 സ്ത്രീകൾക്കും ഭയങ്കര അറ്റാച്ച്മെന്റാ. ഇതിപ്പോ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് പോകുമെന്ന് തനിക്ക് ഒരുപാട് സംശയമുണ്ട്. അവനെങ്ങനെയെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചിരുന്ന സന്ദീപിന്റെ പെങ്ങള് തന്റെ കെട്ടിയവനെ ചീത്ത വിളിച്ചു. സന്ദീപിനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യോഗ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഹരിതയായിരുന്നു. ഇതൊക്കെ ഓമനക്കുട്ടൻ മറന്നു നിന്ന് നോക്കുന്നുണ്ട്. ഓമനക്കുട്ടൻ അവിടെ തുടർന്ന പണിയാണ് എന്ന് സന്ദീപിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ടിക്കറ്റ് എടുത്ത് നൈസായിട്ട് സന്ദീപ് ഓമനക്കുട്ടനെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ഹരിത യാഥാർത്ഥ്യത്തിൽ ഒരു ആർക്കിടെക്റ്റ് ആയിട്ടായിരുന്നു ജോലി നോക്കിക്കൊണ്ടിരുന്നത്. സുഹൃത്തുക്കളുമായി ചേർന്ന് അവൾക്കൊരു കമ്പനിയൊക്കെയുണ്ട്. അതെല്ലാം മുമ്പ് അവൾ വിവാഹം കഴിക്കാനിരുന്ന കിരണും ഒരു മെമ്പർ ആയിരുന്നു. എൻഗേജ്മെന്റിന് ശേഷം കിരണുമായിട്ട് അവൾക്ക് കോണ്ടാക്ട് ഒന്നുമില്ലല്ലോ. അത് കാരണം കിരൺ ഒരു ദിവസം അവളെ കാണാനെത്തി. എന്നാൽ അവൾ കിരണിനോട് പറഞ്ഞു, എന്റെ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും തന്നെ ഞാൻ വർക്കിലേക്ക് ഇൻവോൾവ് ആക്കാതെ നോക്കുമെന്ന്. പക്ഷെ നിന്നെ പഴയ പോലെ കാണാൻ പറ്റില്ല എന്നുകൂടി അവൾ തുറന്നു പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും തന്റെ മനസ്സിൽ ഇപ്പോഴും അവളോട് ഇഷ്ടമുണ്ട് എന്നായിരുന്നു കിരൺ പറഞ്ഞത്. അന്ന് ആ ടെൻഷനൊക്കെ മാറ്റിയ ശേഷം സന്ദീപുമായി ഹരിത പോകുന്നത് ഗൺ ഷൂട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഏരിയയിലേക്കാണ്. പക്ഷെ അവളുടെ പെർഫോമൻസ് സ്ട്രെസ് കൊണ്ടോ മറ്റോ വളരെ മോശമായിരുന്നു. സന്ദീപ് അവളെ ആശ്വസിപ്പിച്ചു. അവിടെ നിന്നിറങ്ങുമ്പോ സന്ദീപിനോട് അവൾ ചോദിച്ചു, നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? സന്ദീപ് മദ്യപിക്കാറുണ്ടായിരുന്നില്ല. അസുഖം വന്ന ശേഷം ഒഴിവാക്കിയതായിരുന്നു. എന്നാൽ അവൾക്കൊന്ന് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പോ സന്ദീപിനെയും കൂട്ടി അവൾ മദ്യപിക്കാൻ പോയി. സന്ദീപും ഹരിതയും അന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു. മുമ്പൊക്കെ കഴിച്ചിരുന്നെന്നും പിന്നീട് ഹൃദയത്തിന് പ്രശ്നം ആരംഭിച്ചപ്പോ കഴിക്കൽ നിർത്തിയതാണ് എന്ന് സന്ദീപ് പറഞ്ഞു. ഈ സമയം ഹരിത ഇമോഷണലായി മദ്യപിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. അച്ഛനമ്മയെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ കൂടി ഹാപ്പിയായി അച്ഛനെ തനിക്ക് കാണാൻ പറ്റുമായിരുന്നു എന്നുവരെ അവൾ സൂചിപ്പിച്ചു. അവൾ സന്ദീപിനോട് ചോദിച്ചു, അന്ന് ആ പെണ്ണ് ഒളിച്ചോടിപ്പോയത് കൊണ്ടാണോ പിന്നീട് വിവാഹം കഴിക്കാത്തത്? പക്ഷെ സന്ദീപ് പറഞ്ഞു, എന്ന് ചോദിച്ചാ എന്ന് മാത്രം പറയാൻ പറ്റില്ല. അതിനുശേഷം കുറച്ച് ഡിപ്രഷനിലൊക്കെ ആയിരുന്നു. പിന്നീട് ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരു ട്രിപ്പ് പോയി തിരിച്ചു വന്നപ്പോഴാണ് എന്റെ ഈ ഹൃദയത്തിന്റെ ഇഷ്യൂ വന്നത്. ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നി. കൂട്ടുകാരെ ആശുപത്രിയിലാക്കിയത്. അസുഖം വന്ന ശേഷം പിന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ആ ചിന്തയൊക്കെ പോയി. ഒരു പെൺകുട്ടിയെ കൂടെ കൂട്ടി ആ കുട്ടിയുടെ ജീവിതം കൂടി തകർക്കണ്ടെന്ന് തോന്നി. ഇനിയിപ്പോ അത് പേടിക്കണ്ടല്ലോ, ഹെൽത്തി ആയിട്ടുള്ള ഹൃദയമല്ലേ കിട്ടിയത്, ഒരു മാരേജ് ഒക്കെ ആയിക്കൂടെ എന്ന് ഹരിത ചോദിച്ചു. സന്ദീപ് പറഞ്ഞു, അങ്ങനെ ഇപ്പോ ഒരു പ്ലാൻ ഒന്നുമില്ല. ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ജീവിക്കണം, അത് മാത്രമായി എന്റെ ആഗ്രഹം. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഹരിതയുമുണ്ട് എന്ന് സന്ദീപ് പറഞ്ഞപ്പോ ഹരിതയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി.
അന്ന് ഹരിതയും സന്ദീപും തിരിച്ചു പോവുകയായിരുന്നു. ഹരിതയാണ് വണ്ടി ഓടിക്കുന്നത്. ബാക്ക് ഇഷ്യൂ ആയ കാരണം സന്ദീപ് അടുത്ത സീറ്റിൽ ചാരിക്കിടക്കുകയായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് അവരെ പോലീസ് പിടിച്ചു. ഹരിത മദ്യപിച്ചു എന്ന് മനസ്സിലാക്കിയതും അവരങ്ങനെ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അന്ന് അവരെ ഇറക്കാൻ വേണ്ടി എത്തിയത് ദേവികയായിരുന്നു. ദേവിക സന്ദീപിനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ഹരിതയെ ദേവിക തന്റെ വണ്ടിയിൽ കൊണ്ടുപോയി ജെറിയുടെ കയ്യിൽ താക്കോൽ കൊടുത്ത് സന്ദീപുമായി വരാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ദേവികയും സന്ദീപുമായി വഴക്ക് നടക്കുകയാണ്. അവള് ഡ്രിങ്ക്സ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോ സന്ദീപ് എന്തിനാ സമ്മതിച്ചത്? അവള് മൂഡ് ശരിയാക്കാൻ വേണ്ടി കഴിച്ചതാ എന്ന് സന്ദീപ് പറഞ്ഞപ്പോ അങ്ങനെ ചോദിക്കുമ്പോ വേണ്ട എന്നല്ലേ പറയണ്ടേ, നമ്മളിതൊക്കെ അറിഞ്ഞു ചെയ്യണ്ടേ എന്നൊക്കെയാണ് സന്ദീപിനോട് ദേവിക ചോദിക്കുന്നത്. ദേവികയുടെ സംസാരം കേട്ട മകളെപ്പറ്റി ഭർത്താവിനോട് സംസാരിക്കുന്ന പോലായിരുന്നു ഒക്കെ. ഇതിങ്ങനെ മുമ്പോട്ട് പോയാ എങ്ങനെ ശരിയാകും എന്ന മട്ടിലൊക്കെ ദേവിക പറഞ്ഞപ്പോ സന്ദീപിന്റെ ഉള്ളിൽ ആകെ ഒരു ഭയമാളിക്കത്താൻ തുടങ്ങി. സന്ദീപ് പറഞ്ഞു, നമ്മൾ അങ്ങനെ ഒരുമിച്ച് മുമ്പോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. എനിക്കിരിക്കാൻ ഓക്കെ ആയി കഴിഞ്ഞാ ഞാൻ അപ്പോ തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കും. ഇവരുടെ ഈ ദേശ സംസാരമൊക്കെ കേൾക്കുമ്പോ സന്ദീപ് ഹരിതയോട് വന്ന് പറയുന്നുണ്ട്, താൻ പറഞ്ഞ പോലെ തന്റെ അമ്മയും അച്ഛനും വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ തന്റെ അച്ഛൻ ചിലപ്പോ കുറച്ചുകൂടി ഹാപ്പി ആയിട്ടിരുന്നേനെ എന്ന്. അങ്ങനെ ഇരിക്കുകയാണ് സന്ദീപിന് വീണ്ടും പഴയ രജനി കോൾ ചെയ്യുന്നത്. രജനിയുടെ ശല്യം മാറ്റാനാണെങ്കിൽ സന്ദീപ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തുണ്ടായിരുന്ന ഹരിതയ്ക്ക് കാര്യം മനസ്സിലായി. ഹരിത സന്ദീപിന്റെ തോളിലൂടെ കൈയിട്ടു. സന്ദീപിനിപ്പോ വേറെ പുതിയ ആളെ കിട്ടി, അതുകൊണ്ട് രജനിക്കിന് ചാൻസ് ഇല്ല എന്ന മട്ടിൽ സംസാരിച്ചു. അതോടെ ദേഷ്യം വന്ന രജനി ഫോൺ കട്ട് ചെയ്തു. പക്ഷേ പെട്ടെന്ന് ഹരിത അങ്ങനെ തന്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചപ്പോഴും അങ്ങനൊക്കെ നിന്നപ്പോഴും സന്ദീപിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഫീലിങ്സ് തോന്നാൻ ആരംഭിച്ചു. ഒരു പ്രണയ താല്പര്യമോ എന്തോ പോലെ. പിന്നീട് സന്ദീപ് ഹരിതയുടെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ ഒക്കെയും ആ ഫീലിങ്സ് കൂടി വരാൻ ആരംഭിച്ചു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വീണ്ടും ചെക്കപ്പിന് പോകേണ്ട ദിവസമായി. ചെക്കപ്പിന് ചെല്ലുമ്പോ സന്ദീപ് കംപ്ലീറ്റ് ആയും ഓക്കെയാണ്. സന്ദീപിനെ ട്രാവൽ ചെയ്യാം എന്നും ഡോക്ടർ പറഞ്ഞു. പക്ഷേ സന്ദീപിനിപ്പോ പെട്ടെന്ന് ഇവിടുന്ന് പോണോന്നില്ല. ഹരിതയോട് സന്ദീപിന്റെ ഉള്ളിൽ കുറച്ച് ഫീലിങ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി റെസ്റ്റ് എടുത്തിട്ട് പോവാം എന്നുള്ള രീതിയിലായിരുന്നു സന്ദീപിന്റെ സംസാരമൊക്കെ. സന്ദീപിന്റെ പോക്കങ്ങോട്ടേക്കാണ് എന്നതൊക്കെ കണ്ടപ്പോ ജെറിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരു അവസരം കിട്ടിയപ്പോ സന്ദീപിനടുത്തെത്തി ജെറി ചോദിച്ചു, സത്യം പറ, അമ്മയാണോ അതോ മോളെയാണോ? സന്ദീപിന് ആരെയാണ് ഇഷ്ടം എന്നതാണ് ജെറിയുടെ ചോദ്യം. എന്നാ അയാൾ അതിന് മറുപടി പറയാതെ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. 2 ദിവസം കൂടി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് സന്ദീപ് ഹരിതയോട് പറഞ്ഞു, അച്ഛൻ ചെയ്യാൻ ആഗ്രഹിച്ച് വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ആഗ്രഹങ്ങളുണ്ടോ? അതൊക്കെ അങ്ങ് പൂർത്തീകരിക്കാം. അത് കേട്ടതും ഹരിത പറയുന്നതൊക്കെയും വളരെയധികം അപകടം പിടിച്ച ആഗ്രഹങ്ങളൊക്കെയായിരുന്നു. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സന്ദീപിന്റെ ജീവൻ പോലും ചിലപ്പോ പോവും. അതൊന്നുമല്ലാതെ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നായി സന്ദീപിന്റെ അടുത്ത ചോദ്യം. സന്ദീപ് ഇങ്ങനെ മടങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നത് ദേവിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹരിതയ്ക്ക് അതത്ര പിടിയും കിട്ടുന്നില്ല. ദേവിക വിചാരിച്ചത് സന്ദീപിന് ദേവികയോട് എന്തോ വലിയ ഇഷ്ടമുണ്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവിക സന്ദീപിനോട് ഡയറക്റ്റ് അതിനെപ്പറ്റി സംസാരിച്ചു. സന്ദീപിന് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെങ്കിൽ അത് സന്ദീപിന്റെ കുറ്റമല്ല, ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് ദേവിക പറഞ്ഞത്. സന്ദീപിനോട് ഞാൻ കുറച്ച് ഓവർ ഫ്രീഡം ഒക്കെ എടുത്തു പോയിട്ടുണ്ട്. അതിന് കാരണവും ചിലതുണ്ട്. കാരണം ഹരിത ജനിച്ച ശേഷം രവിയുടെ മനസ്സിൽ ഹരിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇവിടെ ഉള്ളതായിട്ട് പോലും രവി പലപ്പോഴും മൈൻഡ് ചെയ്തിട്ടില്ല. എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും രവിയായിരുന്നു. പക്ഷെ രവിയുടെ ലാസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു ഞാൻ. ആ ഒരു സമയത്ത് സന്ദീപും ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ദേവിക സന്ദീപിനെ കാണുന്നത് രവിയുടെ മറ്റൊരു ബെറ്റർ വെർഷൻ ആയിട്ടാണ്. ഇതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോ നമുക്കിങ്ങനെ ഒരു അടുപ്പമുണ്ടായത് എന്ന് ദേവിക പറഞ്ഞു വെച്ചു. പക്ഷെ സന്ദീപ് ആകട്ടെ ആകെ ചമ്മി നിൽക്കുകയാണ്. അയാളെ സംബന്ധിച്ച് ദേവികയോട് അയാൾക്ക് അങ്ങനൊന്നുമില്ല. കുറച്ചെങ്കിലും അയാൾക്ക് ആ ഫീലിങ്സ് തോന്നിയത് ഹരിതയോടാണ്. ദേവിക എന്തായാലും സന്ദീപിനോട് പറഞ്ഞു, ഒന്ന് റിലാക്സ് ആയിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് പോയാ മതി. പക്ഷേ പിന്നീട് സന്ദീപ് ഹരിതയുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഹരിത സന്ദീപിനോട് പറഞ്ഞു, അമ്മ തന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുവെന്ന്. ഞെട്ടിത്തെറിച്ച സന്ദീപ് എന്തു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ ഹരിത പറഞ്ഞു, സന്ദീപിന് ഫ്ലൈറ്റിൽ പോവാനുള്ള പേടിയെ പറ്റിയ അമ്മ പറഞ്ഞതെന്ന്. അതുകൊണ്ടല്ലേ പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ മടിക്കുന്നത്. സന്ദീപ് അത് കേട്ടതും അത് തിരുത്താൻ നിന്നില്ല. അങ്ങനെ തന്നെ ഹരിത കരുതിക്കോട്ടെ എന്നാണ് സന്ദീപ് ചിന്തിച്ചത്. സന്ദീപിന്റെ ഈ പേടി മാറ്റാൻ വേണ്ടി ഹരിത സന്ദീപിനെ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അയാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സന്ദീപിന്റെ ഡേറ്റ് ഓഫ് ബർത്തും മറ്റും ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അന്ന് സന്ദീപിന്റെ ജന്മദിനമാണ്. സന്ദീപ് പോലും അതങ്ങനെ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അറിഞ്ഞ സ്ഥിതിക്ക് ഹരിതയായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സന്ദീപിന് വേണ്ടിയിട്ടൊരു കേക്കും വാങ്ങി അത് കട്ട് ചെയ്യാൻ ഹരിത അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആഘോഷം എന്ന് സന്ദീപ് പറഞ്ഞു. എന്നാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്ദീപിന്റെ ജന്മദിനത്തിൽ കേക്ക് കട്ട് ചെയ്യാതിരിക്കില്ല. ഞാൻ എല്ലാ വർഷവും ഉറപ്പായിട്ടും കേക്ക് അയക്കും എന്നും ഹരിത വാക്കുകൊടുത്തു. കേക്കൊക്കെ കട്ട് ചെയ്ത ശേഷം അന്ന് ജന്മദിനമായ സ്ഥിതിക്ക് സന്ദീപിനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഹരിത സന്ദീപിനെ പൂട്ടിയിട്ടിരുന്ന
അച്ഛന്റെ റൂമിലേക്ക് കൊണ്ടുപോയി അവളുടെ അച്ഛന്റെ ഫോട്ടോസ് കാണണമെങ്കിൽ അതെല്ലാം തന്നെ അവിടെ ഒരു പെട്ടിക്കുള്ളിൽ വെച്ചിട്ടുണ്ട്, എടുത്തു നോക്കിക്കോളാനും അവൾ പറഞ്ഞു. എന്നാൽ സന്ദീപ് പറഞ്ഞു, നിങ്ങളെല്ലാം പറഞ്ഞ് കേണലിന്റെ ഒരു മുഖം എന്റെ മനസ്സിലുണ്ട്, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, എനിക്കും ഇനി അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണണ്ട. പിന്നീട് അവളുടെ അച്ഛൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയൊരു വണ്ടിയും എടുത്ത് ഇരുവരും ഡ്രൈവിനിറങ്ങി. അവൾ തന്റെ അച്ഛനെ പറ്റി ആ ഡ്രൈവിൽ ഇമോഷണലായി ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അച്ഛനെ ഹരിത എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്നും അവൾ അച്ഛനയച്ച വോയിസ് മെസ്സേജുകളും തിരിച്ചച്ഛൻ കൊടുക്കുന്ന റിപ്ലൈകളും എല്ലാം തന്നെ എത്രത്തോളം പ്രഷ്യസ് ആയതാണെന്നും അവളുടെ ഫോണിൽ സേവ് ചെയ്തു വെച്ചിരുന്ന അതൊക്കെ കേട്ടുകൊണ്ട് സന്ദീപ് മനസ്സിലാക്കി. ഒക്കെ കേട്ടുകഴിഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു, എനിക്കിപ്പോ നിന്നോട് അസൂയ തോന്നുന്നുണ്ട്. ഭാഗ്യം ചെയ്ത മക്കൾക്ക് മാത്രമേ ഇത്രയധികം സ്നേഹം പാരന്റ്സിൽ നിന്ന് കിട്ടൂ. തനിക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ സന്ദീപ് കെട്ടിപ്പിടിച്ചു. അവളുമായിട്ട് അത്രയധികം ഇമോഷണലായിട്ട് സംസാരിച്ചതോടെ ആ ഒരു നിമിഷങ്ങളിലൂടെ കടന്നുപോയതോടെ സന്ദീപിന് സ്വയം ചില ഉണർവുകൾ ഉണ്ടായി. തന്റെ മനസ്സിലെ ചിന്തകളൊക്കെയും തെറ്റായിരുന്നു. അവൾ അവളുടെ അച്ഛന്റെ സ്ഥാനത്താണ് സന്ദീപിനെ കാണുന്നത്. സന്ദീപിന്റെ മനസ്സിൽ നിന്നും തെറ്റായ ചിന്തകൾ, മോശപ്പെട്ട ചിന്തകൾ ഒക്കെയും അടർന്നടർന്നില്ലാതായി. അവളെ ഇനി അങ്ങോട്ടേക്കൊരു ഫാമിലിയെ പോലെ തന്നെ കാണാനായിരുന്നു സന്ദീപിന്റെ പ്ലാൻ. പിന്നീട് ജെറിയുമായി സംസാരിക്കുമ്പോ കാര്യങ്ങളൊക്കെ ജെറി അറിഞ്ഞു കഴിഞ്ഞപ്പോ ജെറി ചോദിച്ചു, എന്നാലും ആ ഫീലിങ്സ് ഒക്കെ അവളോടൊന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്തുകൂടായിരുന്നു. പക്ഷെ സന്ദീപ് പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ നല്ല ക്ലാരിറ്റി കിട്ടി. വൈകാതെ തന്നെ അവിടെ നിന്ന് നാട്ടിലേക്ക് പോവാൻ സന്ദീപ് തീരുമാനിച്ചിരുന്നു. ടിക്കറ്റും മറ്റു കാര്യങ്ങളും സന്ദീപ് ബുക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ജേക്കബ് സന്ദീപിനെ വന്ന് കണ്ടു. ജേക്കബ് സന്ദീപിനോട് പറഞ്ഞു, എന്നെപ്പോലെ കേണലിനെ ഒരുപാട് സ്നേഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും സന്ദീപിനെ കാണാൻ ആഗ്രഹിക്കുകയും സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടി ചേർന്ന് അടുത്ത ദിവസം ഒരു ചെറിയ പാർട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സന്ദീപ് വരണം. പക്ഷേ താൻ പോവാൻ നിൽക്കുകയാണ് എന്നായിരുന്നു സന്ദീപിന്റെ മറുപടി. 2 ദിവസം കൂടി നിന്നിട്ട് പോവാം എന്ന മട്ടിൽ ജേക്കബ് ഒക്കെ നിർബന്ധിച്ചപ്പോ ദേവികയും സന്ദീപിനോട് അത് ആവശ്യപ്പെട്ടപ്പോ നിന്നേക്കാം എന്ന് സന്ദീപിനും തോന്നി. സന്ദീപ് ഓക്കെ പറഞ്ഞു. ഈ കാലയളവിൽ മറ്റു ചില കാര്യങ്ങളും സംഭവിച്ചു. സന്ദീപിന്റെ അടുത്ത് വാടകയ്ക്ക് താമസിച്ച് സിനിമയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച പയ്യന്മാർക്ക് പുതിയൊരു സിനിമ പ്രൊജക്ട് ഓണാക്കാൻ സാധിച്ചു. ജെറിയുടെ അമ്മയാകട്ടെ എപ്പോഴും ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിയിലേക്ക് പോവാൻ പറഞ്ഞ് അവനെ ഫോഴ്സ് ചെയ്യലായിരുന്നു. സന്ദീപ് പക്ഷേ ജെറിയോട് പറഞ്ഞു, നീ ഇനി ജർമ്മനിയിലേക്കൊന്നും പോവണ്ട, നിനക്ക് പറ്റുമെങ്കിൽ എന്റെ കൂടെ നിന്നോ. നഴ്സായിട്ടിനി ചേട്ടന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ചേട്ടൻ ഓക്കെ ആയല്ലോ എന്ന മട്ടിൽ ജെറി പറഞ്ഞപ്പോ, നഴ്സായിട്ടല്ല, എന്റെ ഒരു ഫുൾ ടൈം മാനേജറായിട്ട് കൂടെ കൂടിക്കോ, ബിസിനസ് എക്സ്പാൻഡ് ഒക്കെ ചെയ്തിട്ട് നിനക്ക് നല്ല ശമ്പളം തരാടാ. അതൊക്കെ കേട്ടപ്പോ ജെറിക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നി. ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതിയെന്ന് സന്ദീപ് പറഞ്ഞെങ്കിലും ഇപ്പൊ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന മട്ടിലായിരുന്നു അവന്റെ മറുപടി. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് പാർക്കിലിരിക്കുന്ന സമയത്ത് ജോഗിംഗ് ചെയ്യുകയായിരുന്ന കിരൺ അവരുടെ അടുത്തേക്ക് വന്നു. കിരൺ സന്ദീപിനടുത്തെത്തി കണ്ണുകളൊക്കെ നിറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. ഹരിത എന്നോട് ഒട്ടും തന്നെ മിണ്ടുന്നില്ല. പക്ഷെ അവളോട് വർക്ക് റിലേറ്റഡ് ആയിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ചെയ്തത് തെറ്റാണെന്നറിയാം. പക്ഷേ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അവളെ ഒന്ന് എന്റെ ഓഫീസ് വരെ കൂട്ടിക്കൊണ്ടുവരണം. കിരൺ വല്ലാതെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോ സന്ദീപ് അതിനോക്കെ പറഞ്ഞു. പിന്നീട് ഹരിതയ്ക്ക് അടുത്തെത്തിയപ്പോ സന്ദീപ് കിരണെ പറ്റിയും അവൻ ഇമോഷണൽ ആയതിനെ പറ്റിയുമൊക്കെ ഹരിതയോട് സംസാരിച്ചു. അപ്പോ ഹരിതയും ചിന്തിച്ചു, ഞാൻ കുറച്ച് ഓവർ റിയാക്ട് ചെയ്തുവെന്ന് തോന്നുന്നു, അവന് ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം എന്നുള്ള രീതിയിലേക്കായിരുന്നു സന്ദീപിനൊപ്പം ഹരിത കിരണിനെ കാണാൻ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് കിരണിനോട് സംസാരിച്ചപ്പോ കിരൺ ശരിക്കും ട്രാപ്പ് ചെയ്ത് അവരെ അവിടെ എത്തിച്ചതാണ് എന്ന കാര്യം വ്യക്തമായി. ആർക്കിടെക്ചർ കമ്പനി ആരംഭിച്ചത് കിരണും ജിതിനും ഹരിതയും ചേർന്നിട്ടായിരുന്നു. പക്ഷേ അതിൽ കിരണും സുഹൃത്തുക്കളുമായിരുന്നു മിക്കപ്പോഴും മുന്നിട്ട് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. കിരണിന്റെ പല പ്രവൃത്തികളും അത്ര ഓക്കെയായി ഹരിതയ്ക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹരിതയും ജിതിനും ഒന്നിച്ച് കമ്പനിയിൽ നിന്നും മാറി സ്വന്തമായി ഒരു കമ്പനി ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവര് പോയി കഴിഞ്ഞ കിരണിന് പിന്നീട് നല്ല പ്രൊജക്റ്റ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഹരിതയും കിരണും അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് കിരൺ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. കിരൺ ഹരിതയുടെ ഫോണിൽ സ്പൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതുപോലും ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കിരണിന്റെ ഭീഷണി കൂടുതൽ കലശലായി ഉയർന്നപ്പോ സന്ദീപ് കാര്യങ്ങൾക്കിടയിൽ കയറി സംസാരിച്ചു. പക്ഷേ കിരൺ സന്ദീപിനെ ഇടിച്ചു. സന്ദീപിന് നല്ലപോലെ ആ പ്രഹരമേറ്റിരുന്നു. കിരൺ പിന്നാലെ അന്ന് എൻഗേജ്മെന്റ് ദിവസത്തെ പോലെ സന്ദീപിനെ അടിച്ച് അവശതാക്കി താഴെ വീഴ്ത്തും എന്ന മട്ടിലൊക്കെ പറയുന്നുമുണ്ട്. അന്ന് സന്ദീപ് ആശുപത്രിയിൽ ഉണർന്നപ്പോ ഹരിത ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്റെ അച്ഛനായിരുന്നെങ്കിൽ അടികൊണ്ട് ഇങ്ങനെ ബോധം കിട്ട് വീടില്ലായിരുന്നുവെന്ന്, എല്ലാവരെയും അടിച്ച താഴെയിട്ടേനെ എന്ന്. അത് മനസ്സിൽ കിടന്നിരുന്ന സന്ദീപ് നടുവോക്കിയായി ആരോഗ്യമൊക്കെ പൂർണ്ണ രീതിയിൽ ശരിയായ സ്ഥിതിക്ക് അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു ഫൈറ്റ് ആയിരുന്നു.
ഇതൊക്കെ കണ്ട് ഹരിത ഒന്ന് വാപൊളിച്ച് അതിശയത്തോടെ സന്ദീപിനെ നോക്കുന്നു പോലുമുണ്ട്. പ്രശ്നമൊക്കെ സോൾവ് ആക്കിയ ശേഷം സന്ദീപ് പോകുന്നത് ഹരിതയ്ക്കൊപ്പം കേണലിന്റെ ഫ്രണ്ട്സ് ഒരുക്കിയ പാർട്ടിയിൽ പങ്കെടുക്കാനാണ്. അന്ന് വളരെ ഇമോഷണലായി പാർട്ടിയിൽ സന്ദീപ് സംസാരിച്ചു. ചെറുപ്പത്തിലൊന്ന് വീണ് സന്ദീപിന്റെ ശരീരത്തിൽ ആദ്യമായി ഒരു സ്റ്റിച്ച് ഇട്ടപ്പോ സന്ദീപിന്റെ കൂടെ സന്ദീപിനെ പരിപാലിക്കാൻ അയാളുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. പക്ഷെ ആ വേദനയൊന്നും അറിഞ്ഞില്ല. പക്ഷെ പിന്നീട് ഹൃദയം തന്നെ മാറ്റിവെച്ച് ഉണർന്നപ്പോ സന്ദീപ് ഒറ്റയ്ക്കായിരുന്നു. തിരിച്ചു കിട്ടിയ ജീവിതം കൊണ്ട് സന്ദീപിന് എന്തു ചെയ്യണം എന്ന് പോലും വലിയ പിടുത്തമുണ്ടായിരുന്നില്ല. ആ സമയത്താണ് കേണലിനെ സ്നേഹിക്കുന്നവർ സന്ദീപിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആ ഒരു ഹൃദയം കിട്ടിയതോടെ സന്ദീപിനെ സംബന്ധിച്ച് അയാൾക്ക് പുതിയൊരു ഫാമിലിയെ തന്നെ കിട്ടി. ഹരിതയും ദേവികയും എല്ലാം തന്നെ സന്ദീപിന് ഇപ്പോ സ്വന്തം ഫാമിലിയാണ്. സന്ദീപിന്റെ ഏറെ ഇമോഷണൽ ആയിട്ടുള്ള ആ സ്പീച്ച് കേട്ട് ഹരിതയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. എല്ലാവരും കരഘോഷം മുഴക്കി. അടുത്ത ദിവസം സന്ദീപ് അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോരുകയാണ്. പോരുമ്പോ സന്ദീപ് ഹരിതയോടും മറ്റുമായി പറഞ്ഞു, കുറച്ചു ദിവസത്തേക്കാണെങ്കിലും തനിക്കൊരു ബെറ്റർ ജീവിതം തന്നതിന് നന്ദിയുണ്ടെന്ന്. സന്ദീപ് നാട്ടിലെത്തി പതിവ് പോലെ തന്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. ദിവസങ്ങൾ മുമ്പിലേക്ക് കടന്നുപോയി. മരിക്കാതെ കടന്ന ദേവികയുടെ അച്ഛൻ മരിച്ചു. ഫോണിലൂടെ സന്ദീപ് അവരോടൊക്കെ എപ്പോഴും കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. ജെറി സന്ദീപിന്റെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. സന്ദീപിന്റെ അടുത്ത ജന്മദിനം എത്തി. ഹരിത പ്രോമിസ് ചെയ്ത പോലെ ഹരിതയുടെ വക കേക്ക് സന്ദീപിനെ തേടിയെത്തി. അന്ന് വൈകുന്നേരം നല്ല മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി സന്ദീപിന്റെ ക്ലൗഡ് കിച്ചന്റെ ഫ്രണ്ടിലേക്ക് ഓടി വന്ന് നിന്നു. അവളെ കണ്ട മാത്രയിൽ തന്നെ സന്ദീപിന്റെ ഉള്ളിൽ എന്തോ ഒരു ഫീലിങ്സ് വരാൻ തുടങ്ങി. അവളും സന്ദീപിനെ പ്രണയത്തോടെ നോക്കി നിന്നു. ആ സമയത്ത് നേരത്തെ സന്ദീപിന്റെ ചിറ്റപ്പൻ പറഞ്ഞിരുന്നതുപോലെ എവിടെ നിന്നോ മണിയുടെ ശബ്ദവും ഉയർന്നു കേട്ടു. ചിലപ്പോൾ ചിറ്റപ്പൻ പറഞ്ഞ പെൺകുട്ടി ഇതായിരിക്കും എന്ന് സന്ദീപ് ചിന്തിക്കുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു സിനിമ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.